മെഡൽ ഫ്രണ്ട്സ്, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സുധി പങ്കജ്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ പ്രശസ്തനായ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ പക്ഷികളും മഴ വരുമ്പോൾ കൂട്ടിൽ രക്ഷ നേടുന്നു, എന്നാൽ പരുന്ത് മാത്രം മേഘങ്ങൾക്ക് മീതെ പറന്ന് മഴയിൽ നിന്നും രക്ഷ നേടുന്നു. നാം നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്ന വ്യത്യാസമാണ് പ്രധാനം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ലളിതമായി പറഞ്ഞാൽ അതെങ്ങനെയാണ്? വിജയിച്ചവർ എല്ലായ്പ്പോഴും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ മാത്രം പറ്റി സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാലോ പരാജയപ്പെട്ടവർ അവർക്ക് വേണ്ടാത്തത് എന്തോ അതിനെപ്പറ്റി മാത്രം എല്ലായ്പ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. മറ്റു ചില കാരണങ്ങൾ കൂടി ഞാൻ നിങ്ങളെ അറിവിലേക്കായിട്ട് പറഞ്ഞു തരാം. ധാരാളം നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ് നമുക്കുണ്ടാവുക. മുൻവിധികൾ ധാരാളമായിട്ടുണ്ടാകും. വ്യക്തിഗതമായ അനുഭവങ്ങൾ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടാവും. പിന്നീടുണ്ടാകുന്നതാണ് ലക്ഷ്യബോധത്തിലെ അവ്യക്തത, സംശയം, ഭീതി മുതലായവയൊക്കെ നമ്മുടെ ഈ പരാജയത്തിലേക്ക് നയിക്കുന്ന ചില കാരണങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ ഈ ജീവിതം അങ്ങനെ ജീവിച്ച് തീർക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം സൃഷ്ടിച്ച് നല്ലൊരു ജീവിത വിജയം കൊണ്ട് നല്ലൊരു വിജയത്തിലേക്ക് എത്തിപ്പെടാം. ഇത് രണ്ടും നമുക്ക് ഏത് വേണമെന്ന് തീരുമാനിച്ച് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാം. അതിനാദ്യം വേണ്ടത് നമുക്ക് നല്ല ജീവിതത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഉയർന്ന ചിന്തകളാണ്. ഇത്തരം നല്ല ചിന്തകളും കൃത്യമായ പ്ലാനുകളോടും കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്കും പരാജിതവരാകാതെ വിജയത്തിലേക്ക് കടന്നു ചെല്ലാം. അതിനുള്ള മാർഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോടുമായി പങ്കുവയ്ക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് ഏത് ലക്ഷ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സുകൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള തീരുമാനം നിങ്ങൾ സ്വയം എടുക്കുക. വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചെറിയ പോക്കറ്റ് ഡയറിയിലോ അല്ലെങ്കിൽ ഡയറിയിലോ നിങ്ങൾ എഴുതി വെക്കുക. ദിവസേന നിങ്ങളിത് വായിച്ച് നിങ്ങളത് മനസ്സിലാക്കുക. അതിനെ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു ചെറിയൊരു പട്ടിക തയ്യാറാക്കി വെക്കുക. അതിൽ ആദ്യം മുതൽ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം വലിയ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ ആദ്യം തന്നെ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക. ആ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് അതിനെ കോൺഫിഡൻറ്റ് നൽകുകയും അടുത്ത വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കാനുള്ള ആർജവും രൂപവും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും കൂടുതൽ സത്യസന്ധത പുലർത്തുക. കൂടുതൽ സത്യസന്ധത പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ ഭീതിയും സംശയവും ഉണ്ടാവുകയില്ല. മാത്രമല്ല കൂടുതൽ അത് നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കി തീർത്തു തരികയും ചെയ്യും. നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അത് എപ്പോഴും യാഥാർത്ഥ്യമായി മനസ്സിൽ കണ്ടിരിക്കണം. എല്ലാ നേട്ടങ്ങൾക്കും അതിൻ്റേതായ സമയം വേണ്ടി വന്നിട്ടുണ്ട്. ലക്ഷ്യത്തിൻ്റെ തോത്
നോക്കുന്നത് വിജയം കൊണ്ടല്ല, ലക്ഷ്യത്തിൽ എത്താൻ നിങ്ങൾ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിജയത്തിന് അതിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നത്. താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.